ത്തിൽ വക്രതയുള്ളവർ ഫയത്തബിഊന മാ തശാബഹ മിൻഹു, അവർ ഈ വിശുദ്ധ ഖുർആനിലെ സദൃശ്യങ്ങളായ മുതശാബിഹാത്തുകളായ ആയാത്തുകളെ പിന്തുടരുന്നു, അതിന്റെ പിന്നാലെ കൂടുന്നു. എന്നാൽ ഇവയുടെ ഈ ഇനം ആയാത്തുകളുടെ മുതശാബിഹാത്തായ സൂക്തങ്ങളുടെ വ്യാഖ്യാനം അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. വറാസിഖൂന ഫിൽ ഇൽമി, അറിവിൽ അഗാധതയുള്ളവർ അഥവാ കൃത്യമായ അറിവുള്ളവർ. യഖൂലൂന ആമന്നാ ബിഹി, അവർ പറയും ഞങ്ങൾ ഇതിലെല്ലാം വിശ്വസിച്ചിരിക്കുന്നു. കുല്ലും മിൻ ഇൻദി റബ്ബിന, ഇതൊക്കെ ഞങ്ങളുടെ നാഥന്റെ അടുക്കൽ നിന്നുള്ളതാണ്. വമാ യസ്സക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്കല്ലാതെ കാര്യങ്ങളിൽ ഉത്ബുദ്ധതയുണ്ടാവുകയില്ല, അല്ലെങ്കിൽ ബുദ്ധിമാൻ മാത്രമേ ഉത്ബുദ്ധരാവുകയുള്ളൂ. റബ്ബന, ആ ബുദ്ധിമാന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ നാഥ, ലാ തുസിഉ ഖുലൂബന ബഅദ ഇദ് ഹദൈതന, ഞങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ച ശേഷം നീ ഒരിക്കലും ഞങ്ങളുടെ ഹൃദയങ്ങളെ വഴികേടിലാക്കരുത്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ അടുക്കൽ നിന്നുള്ള ഔദാര്യം കാരുണ്യം ഞങ്ങൾക്ക് നീ നിരന്തരം ചൊരിഞ്ഞു തരണമേ. ഇന്നക അൻതൽ വഹ്ഹാബ്, നീ വല്ലാതെ ഔദാര്യം കാണിക്കുന്നവനാണ്. ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കേട്ട സൂക്തങ്ങളുടെ നേർക്കുനേരെയുള്ള അർത്ഥം. അതിന്റെ തുടർച്ചയിൽ ഈ ബുദ്ധിമാന്മാരായ ആളുകൾ വിശുദ്ധ ഖുർആനിന്റെ അഥവാ വിശുദ്ധ ഖുർആൻ പ്രതിനിധീകരിക്കുന്ന ആദർശത്തിന്റെ മർമ്മം, ഉമ്മുൽ കിതാബ്, ഈ മുഖമാത്തായ ആശയസുതാര്യതയുള്ള ആയാത്തുകളിൽ, കെട്ടിക്കുടുക്കില്ലാത്ത ആയാത്തുകൾ, അത് വിശ്വസിക്കുന്ന, അത് മുറുകെ പിടിക്കുന്ന, ബാക്കി സദൃശ്യങ്ങളായിട്ടുള്ള ആയാത്തുകളും അള്ളാഹുവിൽ നിന്നാണെന്ന് അംഗീകരിക്കുകയും അതിന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിശദീകരണങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്ന മഹാന്മാരായ സലഫുസാലിഹീങ്ങളുടെ പണ്ഡിതന്മാരും പറഞ്ഞ വ്യാഖ്യാനം അത്രമാത്രം മനസ്സിലാക്കി അതിനപ്പുറത്ത് അതിൻ്റെ പിന്നാലെ കൂടാതെ ഇതെല്ലാം അള്ളാഹുവിൽ നിന്നാണ് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ, അവരാണ് ബുദ്ധിമാന്മാർ. അവർ നടത്തുന്ന രണ്ടാമത്തെ പ്രാർത്ഥന, ഒന്നാമത്തെ പ്രാർത്ഥന പടച്ചവനെ സന്മാർഗത്തിലായ ശേഷം ഞങ്ങളെ നീ വഴികേടിലാക്കരുത് എന്നാണ്. ആ പ്രാർത്ഥനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി നടത്താനുള്ളൊരു പ്രാർത്ഥന കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചിരുന്നു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, മാറ്റിമറിക്കുന്ന നാഥ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം, ആ ആശയമുള്ള ആ വിഷയം ഉന്നയിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവിധം കാര്യങ്ങൾ നേരെ ചൊവ്വെ മനസ്സിലാക്കുന്ന ആളുകൾ നടത്തുന്ന രണ്ടാമത്തെ പ്രാർത്ഥന, റബ്ബന, ഞങ്ങളുടെ നാഥ, ഇന്നക ജാമിഉൻ നാസി, നീ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നവനാണ്. അല്ല ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നവനാണ്. ലിയൗമിൻ, ഒരു ദിനത്തിനു വേണ്ടി. ലാ റൈബ ഫീഹി, അത് സംഭവിക്കും എന്ന കാര്യം കട്ടായം, അത് സംഭവിക്കുന്ന കാര്യം ഉറപ്പാ. അപ്പോൾ സംഭവിക്കുമെന്ന് സംശയമില്ലാത്ത, സംഭവ്യമാവുക എന്നതിൽ ഒട്ടും സംശയമില്ലാത്ത ഒരു ദിനത്തിൽ നീ മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുന്നവനാണ്. അതുകൊണ്ട് ഇന്നല്ലാഹ ലാ യുഖൈഫുൽ മിആദ്, നിശ്ചയം അള്ളാഹുവെ നീ ഒരിക്കലും കരാർ വാഗ്ദാനം ലംഘിക്കുകയില്ല. ഇതാണ് ആ ആയത്തിന്റെ നേർക്കുനേരുള്ള അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസത്താൽ കർമ്മങ്ങളെ നന്നാക്കി ഇസ്ലാമിന്റെ അടിത്തറയിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ വിശ്വാസിക്ക് പ്രചോദനമേകുന്ന ഒരു മർമ്മമാണ് ഈ ആയത്തിൽ പറയുന്നത്. അതെന്താണ് ആ പ്രചോദനം? പാരത്രികമായ വിജയം. അതാണ് സാക്ഷാൽ പ്രചോദനം. അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ച് ജീവിക്കാൻ നമ്മെ അടിസ്ഥാനപരമായി പ്രചോദിപ്പിക്കുന്ന പ്രേരക ഘടകം, നാം ഒരുമിച്ച് കൂട്ടപ്പെടും. ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല, നമ്മൾ എന്തായാലും ഒരുമിച്ച് കൂട്ടപ്പെടും. നാം നമ്മുടെ ചെയ്തികൾക്ക് പണയമാണ്, നാം നമ്മുടെ ചെയ്തികൾക്ക് പണയമാണ്. അതിൻ്റെ ഗുണവും ദോഷവും അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് അവിടം എനിക്ക് ഗുണകരമായി മാറാൻ ഞാൻ ഈ പറയുന്ന അള്ളാഹു നൽകിയ ആശയ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, അവൻ നൽകിയ ഈ ഹിദായത്തിനെ വിലമതിച്ചുകൊണ്ട്
അതിനൊരിക്കലും വഴിമാറിപ്പോകാതെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് പടച്ചവനെ ഞങ്ങളെ നീ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്നാണല്ലോ ആ പ്രാർത്ഥന. അങ്ങനെ ആ മാർഗത്തിൽ വഴിതെറ്റാതെ പോകാൻ സഹായിക്കണേ, നീ ഞങ്ങളോട് കാരുണ്യം കാണിക്കണമേ, ഇന്നക അൻതൽ വഹാബ് എന്നിങ്ങനെ പ്രാർത്ഥിച്ച് ഈ പാതയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വിശ്വാസികൾക്ക് പ്രേരകമാകുന്ന ഘടകം എന്താണ്? ഇന്നക റബ്ബന ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി, സംശയമില്ലാത്ത വിധം ഒരു നാളിൽ നീ മനുഷ്യരെ ഒരുമിച്ച് കൂട്ടും. അതുകൊണ്ട് ആ നാളിൽ ഞങ്ങൾക്ക് വിജയിക്കണം, അതുകൊണ്ട് ഈ മാർഗത്തെ ഞങ്ങളെ വഴിതെറ്റിക്കല്ല എന്ന് അവർ പ്രാർത്ഥിക്കുന്ന. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാലഘട്ടത്തിലും പ്രവാചകന്മാരിലൂടെ ഒരു ജനപദത്തെ ഇസ്ലാമിക ആദർശത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കൃത്യമായി വരച്ചിടാൻ ശ്രമിച്ച ഒരു ബോധം, പ്രവാചകന്മാർ നിരന്തര പരിശ്രമത്തിലൂടെ അവരെ കുടിപ്പിക്കാൻ ശ്രമിച്ച ഒരു പൊതുബോധം, അത് ഈ മഹ്ശറിനെ കുറിച്ചാണ്, യൗമുൽ ബഅസിനെ കുറിച്ചാണ്, പുനരുദ്ധാനത്തെക്കുറിച്ച്. നിങ്ങൾ മക്കീ സൂറകൾ പരിശോധിക്കുക. മക്കീ സൂറകളിൽ ഇത് ആവർത്തിച്ച് വരും. ചില ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളെ കേൾപ്പിക്കാം. അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അളീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. മക്കീ സൂറയിൽപ്പെട്ട ഒരു സൂറയാണ്. ഇപ്പോൾ നന്ദൻകോട് പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൽ വന്ന വിഷയങ്ങളാണ്, അതുകൊണ്ട് ആ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാം. ഒരുപാട് ദുഷ്ചെയ്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ വിലയിരുത്തിയിട്ട് അല്ലാഹ് ചോദിക്കുക, വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദ ഖാലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും